സിനിമയ്ക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരുൺ വിടവാങ്ങി. 40ഓളം ചിത്രങ്ങൾക്ക് തന്റെ ഛായാഗ്രഹണ ശൈലിയാൽ മനോഹാരിത തീർത്ത ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം മലയാള സിനിമയുടെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മകനായി ജനനം. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 1971 പൂനെ ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. പ്രശസ്ത മലയാളം സംവിധായകൻ ജി അരവിന്ദനെ കണ്ടുമുട്ടിയതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. കാരണം ജി അരവിന്ദന്റെ ഛായാഗ്രഹനായിട്ടായിരുന്നു സിനിമാ മേഖലയിലേക്കുള്ള തന്റെ കടന്നുവരവ് അദ്ദേഹം അറിയിച്ചത്. ജി അരവിന്ദന്റെ കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത് തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി എൻ കരുൺ മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. അതോടൊപ്പം KG ജോർജ്, MT വാസുദേവൻ നായർ തുടങ്ങി ഒട്ടനവധി അതുല്യ പ്രതിഭകളോടൊപ്പവും പ്രവർത്തിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആദ്യ ചിത്രമായ പിറവി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശവും രണ്ടാമത്തെ ചിത്രമായ സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചിത്രവുമായിരുന്നു. കുട്ടിസ്രാങ്ക്, സ്വപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത അംഗീകാരമായ JC ഡാനിയൽ പുരസ്കാരം ഏപ്രിൽ 16 മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡൻ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, പത്മശ്രീ എന്നീ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ KSFDC ചെയർമാനായി പ്രവർത്തിക്കുകയായിരുന്ന അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ കൂടിയായിരുന്നു. 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി കാൻ ചലച്ചിത്രമേളയിൽ പാംഡിയോറിന് നാമനിർദ്ദേശം ചെയ്യുകയും സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ഷാജി എൻ കരുൺ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്ന വ്യക്തി കൂടെയായിരുന്നു. അടുത്തിടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എമ്പുരാൻ ഒട്ടനവധി വിവാദങ്ങളും കടന്നാക്രമണങ്ങളും നേരിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഷാജി എൻ കരുൺ മുന്നിട്ടിറങ്ങിയിരുന്നു.